മരണത്തിന് രണ്ട് മുഖമുണ്ട്. എന്തുകൊണ്ടെന്നല്ലേ ജീവിക്കുന്ന മനുഷ്യരാശിക്കും രണ്ട് മുഖമുണ്ട്. മനുഷ്യർ രണ്ടു തരക്കാരാണ്. അള്ളാഹുവിനെ അംഗീകരിച്ച് പാപവിമുക്തരായി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം ആരാന്നറിയോ? അള്ളാഹുവിനെ നിഷേധിച്ച് ശിർക്കിന്റെ, കുഫറിന്റെ, ബിദ്അത്തിന്റെ, ഹറാമിന്റെ, തോന്നിവാസത്തിന്റെ ലോകത്ത് ജീവിച്ചു പോണ ആളുകളാണ്. ഈ രണ്ടു കൂട്ടരുടെയും മരണം രണ്ടാണ്. മരണത്തിന്റെ കാഠിന്യവും പരീക്ഷണവും ആർക്കുമൊട്ടും കുറവില്ല. ഉത്കൃഷ്ടനായ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിന്റെ വഫാത്തിന്റെ അവസാന നിമിഷങ്ങൾ, റസൂലിന്റെ വഫാത്ത്, അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്, ഇന്നലിൽ മൗതി സക്കറാത്ത്. ആയിഷ, മരണത്തിന് എന്തൊരു ലഹരിയാണ് ആയിഷ, എന്തൊരു ലഹരിയാണ് മരണത്തിന്. അള്ളാന്റെ ഹബീബിന്റെ വേദന, മരണത്തിന്റെ വേദന ഏതൊരു മനുഷ്യനിലേക്കും കടന്നു വരുന്ന മരണത്തിന് വേദനയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവതാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോയി, റബ്ബി ഉഫ്ർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. റബ്ബേ, എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ ചെയ്യണമേ, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്നെ നീ ചേർത്തി തരണമേ. അള്ളാന്റെ തിരുദൂതര് പ്രാർത്ഥിക്കുക. അപ്പോൾ സാധിച്ചു, നിങ്ങൾക്ക് നല്ല വേദന ഉണ്ട്, നിങ്ങൾ ഒരാൾ അനുഭവിക്കുന്ന രണ്ടിരട്ടി വേദന ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് രണ്ട് കൂലി ഉണ്ടാവൂലേ? അതെ, രണ്ട് കൂലി ഉണ്ടാവും. വല്ലാത്തൊരു രംഗാണ് സഹോദരങ്ങൾ. ഈ അവസ്ഥയല്ല നമുക്ക് വരാൻ പോകുന്നത്. നമുക്ക് വരുന്ന രണ്ടാലൊരു അവസ്ഥ. എന്താ അറിയോ? വേദന ഉറപ്പാ, വേദന ഉറപ്പാണ്. ചിലര് പറയാ എങ്ങനെ അറിയോ? പ്രസവത്തെ ഒരു മരണവേദനയോട് തുലനം ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അത് തുലനം ചെയ്യണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. വിഡിത്തം നല്ല എന്താ പറയാ കൂട്ടരെ, നമ്മൾ മരിച്ചിക്കണമെങ്കിലല്ലേ നമുക്ക് ഈ മരണത്തിന്റെ വേദനയും പ്രസവവേദന ഒന്നാമത് മനസ്സിലാവുള്ളൂ. സാധാരണ നമ്മളെ കാര്യപ്പെട്ട ചില മൂല്യന്മാര് വരെ പ്രസംഗിക്കുമ്പോൾ മരണത്തിന്റെ വേദന അതനുഭവിക്കാട്ടി ബലിച്ചങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരൊക്കെ. പ്രസവ വേദന എന്ന് പറഞ്ഞ മരണവേദന ഒന്നാ കൂട്ടരെ. ഇന്ന് വിഡിത്തേ പറഞ്ഞത് പ്രസവത്തിന് വേദന ഉണ്ട്, പ്രസവത്തിന് വേദന ഉണ്ട്. എന്നാ ആധുനിക ലോകത്തെ വേദന ഇല്ലാതെ പ്രസവിക്കുന്ന സമ്പ്രദായമുണ്ട്. കീറിയിട്ടാന്ന് മാത്രം, ആ ചെറിയ സ്റ്റിച്ചിന്റെ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആരോടെ വലിയ വയത് പറയുന്നത്? മരണത്തോടെ എങ്ങനെ ഇതിനെ ഉപമിക്കാം? ഒരിക്കലും ഉപമിക്കാൻ കഴിയില്ല. അത് അനുഭവം മാത്രമാണ്. ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെ, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, മരണത്തിന് വേദന ഉണ്ടെന്ന് അത് അനുഭവിച്ച ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുപോയി, ഈ മരണം ജീവിതത്തിലേക്ക് വന്നാൽ നമ്മളൊക്കെ രണ്ടു തരക്കാരാണ്. അല്ലാഹു മുത്തഖികളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ രണ്ടു തരം മരണം, രണ്ടു തരം മരണം. മുത്തഖികളുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന രൂപവും കാഫിറും മുശ്രിക്കും തമ്മാടിയുമായി ഈ ലോകത്ത് ജീവിച്ചു പോയ ആളുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന രൂപവും രണ്ടാ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ الذين تتوفاهم الملائكة طيبين يقولون سلام عليكم سلام عليكم ادخلوا الجنة بما كنتم تعملون. അപ്രകാരമാണ് മുത്തഖികൾക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. അതായത് നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവര് മലക്കുകൾ പറയും, മരിക്കാൻ വേണ്ടി വിധേയനായ ആളുടെ അരികിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 31-32 വാചകങ്ങളാ. ഇത് നല്ലൊരു ആത്മാവായി ജീവിച്ചു പോയ ആളോട് പറഞ്ഞതാ. മരണം വരെ നല്ലവനായി ജീവിച്ചവനോട് പറഞ്ഞു പോണ വാക്കാ. ഇനി രണ്ടാമത്തെ മരണത്തിന്റെ മുഖം നിങ്ങൾ കേൾക്കണ്ടേ? ദുർജനങ്ങളും വൃത്തികെട്ടവരുമായ ആളുകളുടെ മരണം എങ്ങനെയാ? അവിടെ ആത്മാവ് പിടിക്കുന്ന മലക്കുകൾ അവരോട് പറഞ്ഞു പോണ വാക്കെന്താ? വലൗ തറാ ഇദ യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നബിയെ താങ്കൾ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവരോട് പറഞ്ഞു പോകും, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ ആലോചിച്ച് നോക്കി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോ കടന്നു